ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാർ പൊടിയാണ്. ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് നമുക്ക് വേണ്ടത് മല്ലിയാണ്. മല്ലി ഞാനിവിടെ 200 ഗ്രാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി എടുക്കാം. അത് ലാസ്റ്റ് ഇടാകുമ്പോൾ നമ്മളിതൊക്കെ വറുക്കാനുണ്ട്. അപ്പോൾ ഞാൻ മല്ലി 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി വറ്റൽമുളക് വേണം. ഈ മുളക് കുറച്ച് എടുത്തിട്ടുണ്ട്. ഞാൻ പിരിയൻ മുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് റൈസ് അരി എടുത്തിട്ടുണ്ട്. കടുക് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കടലപ്പരിപ്പ് ഇത് നമുക്ക് ഒരു ടീസ്പൂൺ ഇല്ലെങ്കിൽ 1.5 ടീസ്പൂൺ എടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഇത് ഓരോന്ന് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. ആദ്യം നമ്മൾ മല്ലി ഡ്രൈ റോസ്റ്റ് ചെയ്യുവാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഉപ്പും കായം പൊടിയും ആഡ് ചെയ്യാനുണ്ട്. ഒരു ചീനച്ചട്ടിയിൽ നമ്മൾ മല്ലി 200 ഗ്രാം മല്ലി എടുത്ത് വച്ചിരിക്കുന്നത് ഡ്രൈ റോസ്റ്റ് ചെയ്യുവാണ്. നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്യണം. നല്ല വറുത്തെടുക്കണം. നമ്മൾ വറുത്ത് ചെയ്യുമ്പോൾ നല്ല മല്ലിയുടെ മണം വരും. അതുവരെ നല്ലോണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം. നമുക്കിതാദ്യം വറുത്തെടുക്കാം. മല്ലി നമ്മൾ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്നൊരു ശബ്ദം വരും. ഇനി ഇത് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. രണ്ടാമത് നമുക്ക് എടുത്തു വെച്ചിരുന്ന അരി, അതൊരു 2 ടീസ്പൂണൊക്കെ മതി. അത് നല്ലോണം വറുത്തെടുക്കാം. ഈ അരി നല്ല തിക്നെസ് നമുക്ക് കിട്ടും സാമ്പാറിന്. ഇതിങ്ങനെ നല്ല വറുത്തെടുക്കാം. അരി നമ്മൾ വറുത്തെടുക്കും. അരി ഇങ്ങനെ വറുക്കുമ്പോൾ പൊട്ടി പൊട്ടി വരും. കണ്ടോ, ഒരു ശബ്ദം കേൾക്കുന്നതാണ്. നല്ലോണം വറുത്തെടുക്കണം. മൂന്നാമത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കടലപ്പരിപ്പ്, അത് 1 ടീസ്പൂൺ 1.5 ടീസ്പൂണൊക്കെ മതി കേട്ടോ. നമ്മൾ 200 ഗ്രാമിൻ്റെ അളവിലാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂൺ അങ്ങനെയൊക്കെ എടുത്താൽ മതി. കുറച്ചെടുത്താൽ മതി. ഇത് നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നാലാമത് നമുക്ക് വറ്റൽമുളക്, ഇത് നല്ലോണം വറുത്തെടുക്കാം. കൈ വിടാതെ വറുത്തെടുക്കണം. ഇത് കരിഞ്ഞു പോകരുത് കേട്ടോ. നല്ലോണം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് അഞ്ചാമത് കടുക്, കുറച്ച് കടുക് മതി. അത് ജസ്റ്റ് ഒരു ഇത്തിരി നേരം, ഇത് ജസ്റ്റ് മതി. കണ്ടോ, ഇങ്ങനെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഓഫ് ചെയ്തേക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുത്തു വെച്ചിരുന്ന ജീരകവും കൂടെ നമുക്ക് ആ ചൂടിൽ വറുത്തെടുക്കാം. അടുത്തത് നമ്മുടെ കറിവേപ്പില. അതിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. നല്ലോണം ഒന്ന് ജസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലിങ്ങനെ വെള്ളത്തിൻ്റെ ഒക്കെ എല്ലാ അംശം പോയിട്ട് നല്ല ഫ്രൈ ചെയ്ത് എടുക്കാം. അടുത്തത് പിരിയൻ മുളകിൻ്റെ പൊടിയാണ്. ജസ്റ്റ് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ചീനച്ചട്ടിയുടെ നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ചീനച്ചട്ടിയുടെ ചൂടിൽ മാത്രം ഇട്ട് മതി. ചൂടാറിയതിന് ശേഷം എല്ലാം വറുത്തതെല്ലാം ചൂടാറിയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇവിടെ മല്ലി വറുത്തതും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഒട്ടും നനവുണ്ടാവരുത് ഈ നമ്മുടെ മിക്സിയുടെ ബൗള്. എന്നിട്ട് വേണം നമ്മൾ ഇതെല്ലാം വറുത്ത് വെച്ചിരിക്കുന്ന ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം മല്ലി ആഡ് ചെയ്തു, കറിവേപ്പില ആഡ് ചെയ്തു, കടുക്, ജീരകം. ഇനി അടുത്തത് ആഡ് ചെയ്യാം. കടലപ്പരിപ്പ് വറുത്തത് ആഡ് ചെയ്തു, വറ്റൽമുളകും ആഡ് ചെയ്തു. ഇനി ഇത് നല്ലോണം പൊടിച്ച് എടുത്തുകൊണ്ട് വരാം. ഇനി അരിയും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അരി വറുത്തതും ആഡ് ചെയ്തു. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം പൗഡേർഡാക്കി എടുത്തിട്ട് വരാം. നമ്മളെല്ലാം പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചെറിയ ബൗളിലാണ് ഇടണമെങ്കിൽ നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട്
പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. കാശ്മീരി മുളക് പൊടി വറുത്ത് വെച്ചിരുന്നത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇതൊക്കെ 1/2 ടീസ്പൂൺ മതി കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി കൂടുതൽ ആഡ് ചെയ്യണം. 1 ടീസ്പൂൺ ആഡ് ചെയ്തോളൂ. നോക്കിയിട്ട് അതനുസരിച്ചിട്ട് എരിവിനനുസൃതമായിട്ട് വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് കായംപൊടി. കായംപൊടി നമുക്ക് ആഡ് ചെയ്യാം. കായംപൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുത്തുകൊണ്ട് വരാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ സാമ്പാർ പൊടി പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വേണ്ടോ, നല്ലോണം പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഒരു സർവിങ് ബൗളിലേക്ക് ഇടാം. നമ്മുടെ സാമ്പാർ പൊടി റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഉപ്പ് ചേർക്കുന്ന കാര്യം ഞാൻ പറയുന്നുണ്ട്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ, ഞാനിവിടെ ചേർത്തിട്ടില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.